Hi friends, this is Adira and welcome back to our channel Grow and Shine with SEO. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം. ഒരു വെബ്സൈറ്റ് ഓണറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് അയാളുടെ വെബ്സൈറ്റിലേക്ക് വിസിറ്റേഴ്സ് വരിക. വിസിറ്റേഴ്സ് വന്നാൽ മാത്രമേ ഒരു വെബ്സൈറ്റ്, അത് ഏതെങ്കിലും പ്രോഡക്റ്റ് സെല്ലിംഗ് സൈറ്റ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സൈറ്റുകൾ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് സൈറ്റുകളാണെങ്കിലും പ്രോഡക്റ്റ് വിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഇൻഫോർമേഷൻസ് വിസിറ്റേഴ്സിനെ കളക്ട് ചെയ്യണമെങ്കിലും വിസിറ്റേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ കയറണം. അപ്പോൾ എങ്ങനെയാണ് വിസിറ്റേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ, കസ്റ്റമേഴ്സിനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്? അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ടെക് സംബന്ധമായതും ബിസിനസ് സംബന്ധമായതുമായ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് സഹായകരമാകും. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. വെബ്സൈറ്റിലേക്ക് വിസിറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ട്രിക്ക്. ഇത് മറ്റൊന്നുമല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള SEOന്റെ 2 സബ് ഡിവിഷൻസ് ആണ്. അതായത് SEO എന്ന് പറയുന്ന ഒരു വൻമരത്തിന്റെ 2 ശാഖോപശാഖകൾ. അതാണ് ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് SEO. ഈ ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് SEO തമ്മിൽ ചേർന്ന് കഴിയുമ്പോഴാണ് SEO എന്ന് പറയുന്ന ഒരു ഫുൾ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഓൺ പേജ് SEO എന്താണെന്ന് വെച്ചാൽ, ഈ ഓൺ പേജ് SEOയും ഓഫ് പേജ് SEOയും SEO പഠിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ SEO ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും അവർക്കൊക്കെ വളരെ സുപരിചിതമായിരിക്കും. എന്നാൽ ആദ്യമായി ഈ ബിസിനസ് രംഗത്തേക്ക് വന്നവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഈ കൊറോണ സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് സജീവമായ ആൾക്കാർക്കൊക്കെ ഇത് അത്ര സുപരിചിതമായിരിക്കില്ല. അവർ തീർച്ചയായും അവരുടെ ബിസിനസ് രംഗത്ത് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നല്ല വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ തീർച്ചയായും ഒരു SEOയുടെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടാവും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓൺ പേജ് SEO? ഇതെന്ന് വെച്ചാൽ ഫസ്റ്റിലെ ഒരു കാര്യം കണ്ടിട്ടായിരിക്കും ഒരാൾ അതിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. ഒരു പേജിനകത്ത് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, കുറച്ച് ഒപ്റ്റിമൈസേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി വിസിറ്റേഴ്സ് വരും. ഈ മാറ്റം വരുത്തേണ്ടത് എന്തെന്ന് വെച്ചാൽ ഓൺ പേജ് എലമെന്റ്സ് ആയിട്ടുള്ള ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, പിന്നീട് അതിന്റെ URL, മെയിൻ ആയിട്ട് ഈ 3 കാര്യങ്ങളാണ്. കാരണം ഒരു വെബ്സൈറ്റിലേക്ക് വരാൻ വേണ്ടി അത് സെർച്ച് ചെയ്ത് കയറുമ്പോൾ തന്നെ ആദ്യം വിസിറ്റർ കാണുന്നത് ഈ 3 കാര്യങ്ങളായിരിക്കും. ഈ കാര്യങ്ങളിൽ ഡിസ്ക്രിപ്ഷനിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എന്താണ് നമ്മുടെ വെബ്സൈറ്റിൽ ഉള്ളത് എന്നതിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അത് കാണുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട്, ഷോർട്ടായിട്ട് നമ്മളത് ചെയ്യേണ്ടത്. അത് കാണുമ്പോൾ തന്നെ അത് എന്തിൻ്റെ വെബ്സൈറ്റ് ആണെന്ന് ഒരു വിസിറ്ററിന് മനസ്സിലാവണം. അപ്പോൾ തന്നെ നമ്മുടെ സൈറ്റിലേക്ക് അവർ വരാനുള്ള ചാൻസ് കൂടും. പിന്നൊന്ന് ടൈറ്റിൽ എന്ന് പറയുന്നത്. ടൈറ്റിൽ വളരെ സിമ്പിൾ ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം. എല്ലായിടവും ഉള്ള സെയിം ടൈറ്റിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഗൂഗിളിലെ ഫസ്റ്റ് റിസൾട്ടിലേക്ക് വരുന്നതും കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. സോ വളരെ യുണീക്ക് ആയിട്ടുള്ള, എന്നാൽ ആൾക്കാർ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടൈറ്റിൽ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ URL, നമ്മൾ ഏതെങ്കിലും നല്ല വെബ്സൈറ്റ്, അതോറിറ്റി ഉള്ള ഏതെങ്കിലും വെബ്സൈറ്റുകളായിരിക്കണം നമ്മൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടോപ്പിലേക്ക് വരാനുള്ള ചാൻസും കൂടും. അതുപോലെ തന്നെ വിസിറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനും നമുക്ക് കഴിയും. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റഡ് കീവേഡ് ഏതാണോ ആ കീവേഡ് ടൈറ്റിലും URLലും ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനും മറക്കരുത്. കാരണം ആ കീവേഡ് ആയിരിക്കും നിങ്ങളുടെ വിസിറ്റേഴ്സ് മോസ്റ്റ് റീസെന്റ് ആയിട്ട് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ളത്. സോ അതുകൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പേജിനകത്തേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ ആ പേജിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റുകൾ വളരെ റിലവൻ്റ് ആയിരിക്കണം, വിസിറ്റേഴ്സിന് വിശ്വാസ്യതമായ തരത്തിലുള്ളതുമായിരിക്കണം. എന്ന് വെച്ചാൽ ഇമേജുകളായാലും വീഡിയോസ് ആയാലും നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. കോപ്പി റൈറ്റ് ക്ലെയിം ഒന്നുമില്ലാത്ത നമ്മളുടേതായ സ്വന്തമായ കണ്ടന്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ മറ്റേതെങ്കിലും, അതായത് നമ്മളുടെ കോമ്പറ്റേറ്റേഴ്സിന്റെ കണ്ടന്റുകൾ അതുപോലെ എടുത്തിട്ട് നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് വിസിറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനൊന്നും പറ്റും എന്നില്ല. അതായത് അവർക്കത് കാണുമ്പോൾ ഓൾറെഡി കണ്ടതാണ്, അല്ലെങ്കിൽ ഇത് കോപ്പിയാണ് എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മുടെ സൈറ്റിലേക്ക് വരാനുള്ള ചാൻസ് കുറയുകയാണ്. സോ അതുകൊണ്ട് എപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യാനും ശ്രദ്ധിക്കണം നിങ്ങൾ. മറ്റൊന്നെന്ന് പറയുന്നത് ഓഫ് പേജ് SEO. ഓഫ് പേജ് SEOയിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ബാക്ക് ലിങ്കിങ് ആണ്.
ബാക്ക് ലിങ്കിങ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്കിനെ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി മറ്റേതെങ്കിലും വിസിറ്റേഴ്സ് നന്നായി വരുന്ന ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് നമ്മുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ വെബ്സൈറ്റ് എക്സ് ആണെന്ന് കരുതുക. എക്സിലേക്ക് നമുക്ക് വിസിറ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി വൈ എന്ന് പറയുന്ന മറ്റൊരു ലിങ്ക് അല്ലെങ്കിൽ മറ്റൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ആ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു. അതുവഴി വൈയിൽ വരുന്ന ആൾക്കാർ അവരുടെ കണ്ടന്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് ത്രൂ നമ്മുടെ സൈറ്റിലേക്ക് വരും. നമുക്ക് അങ്ങനെയും വിസിറ്റേഴ്സിനെ നമ്മളിൽ കൊണ്ടുവരാം. പക്ഷെ ഇങ്ങനെ ബാക്ക് ലിങ്കിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ, ബാക്ക് ലിങ്കിങ് നമ്മൾ ഏത് സൈറ്റിലാണോ നമ്മുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് ആ ലിങ്കിനെ പേജ് അതോറിറ്റി ഉള്ള ഒരു വെബ്സൈറ്റും ആയിരിക്കണം. അല്ലാതെ വളരെ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ തന്നെ ഇൻഫോർമേഷൻസ് ഒന്നും യൂസർ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടാത്ത ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലാണ് നമ്മുടെ ലിങ്ക് കൊണ്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെയും കൂടെ അതോറിറ്റി കുറയുകയാണ്. അതായത് ആൾക്കാർക്ക്, യൂസേഴ്സിന് നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള വിശ്വാസ്യതയും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ബാക്ക് ലിങ്കിങ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പേജ് അതോറിറ്റി ഉള്ള പേജ് ആണോ, വെബ് പേജ് ആണോ, വെബ്സൈറ്റ് ആണോ എന്നതും കൂടി ശ്രദ്ധിക്കുക. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഓൺ പേജ് ആൻഡ് ഓഫ് പേജിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് പെർഫെക്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വിസിറ്റേഴ്സിന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാൻ തീർച്ചയായും തോന്നും. സോ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഒരു SEOയുടെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവരിങ്ങനെ ഓൺ പേജ് SEOയെ പറ്റിയും ഓഫ് പേജ് SEOനെ പറ്റിയും ബാക്ക് ലിങ്കിങ്ങിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതൊന്നും കേട്ട് പേടിക്കാതെ ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ സഹായകരമാകുമെന്നുണ്ടെങ്കിൽ ബിസിനസ് രംഗത്തുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ആതിര സൈനിങ് ഓഫ്.